വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫിലിം സ്റ്റഡീസിലെ ഹിസ്റ്ററി ഓഫ് ഹോളിവുഡ് സിനിമ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫിലിം സ്റ്റഡീസിലെ കോർണർ സ്റ്റോണാണ് ഹോളിവുഡ് ഹിസ്റ്ററി എന്നുള്ളത്. ഈ ഒരു ഹിസ്റ്ററി മാർക്ക് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ ഇറ്റ്സ് റൈസ് ആസ് ദ വേൾഡ്സ് സിനിമാറ്റിക് ക്യാപിറ്റൽ. ഈ ഒരു ഹിസ്റ്ററിയിൽ ഇവോൾവ് ആയിട്ടുള്ളത് ഏർലി സൈലൻറ്റ് ഫിലിം മുതൽ ഗോൾഡൻ ഏജ് ഓഫ് സ്റ്റുഡിയോ ഡോമിനൻസ് വരെയുള്ള കാലമാണ് ഈ ഒരു ഹിസ്റ്ററിയിൽ ഇവോൾവ് ആയിട്ടുള്ളത്. ഈ ഒരു ഇവല്യൂഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സിഗ്നിഫിക്കൻറ്റ് പീരിയഡ്സ് ലൈക്ക് ദ സ്റ്റുഡിയോ ഇറ, ദ ഗോൾഡൻ ഏജ് ആൻഡ് ദ എമർജൻസ് ഓഫ് ന്യൂ ഹോളിവുഡ്, ഈച്ച് ഷേപ്പിംഗ് ദ ഇൻഡസ്ട്രീസ് നെറേറ്റീവ് ആൻഡ് വിഷ്വൽ സ്റ്റൈൽസ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡസ്ട്രീൻ്റെ നെറേറ്റീവും വിഷ്വൽ സ്റ്റൈൽസൊക്കെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഏർലി ഇയേഴ്സ് ആൻഡ് ദ റൈസ് ഓഫ് ഹോളിവുഡ്. ഏർലി ഫിലിം ടെക്നോളജി. റൂട്ട്സ് ഓഫ് ഹോളിവുഡ് എന്നുള്ളത് ലൈ ഇൻ ദ ഇൻവെൻഷൻ ഓഫ് മോഷൻ പിക്ചർ ക്യാമറാസ് ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഏർലി ഫിലിം സ്റ്റുഡിയോസ്. ഹോളിവുഡിൻ്റെ ഒറിജിൻ എന്നുള്ളത് അട്രാക്റ്റഡ് ബൈ ദ ക്ലൈമറ്റ് ആൻഡ് ദ എബിലിറ്റി ടു അവോയ്ഡ് തോമസ് എഡിസൺസ് പാറ്റന്റ് ലോസ്യൂട്ട്സ്. ഫിൽം മേക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബിഗൻ റീലൊക്കേറ്റിംഗ് ടു സദേൺ കാലിഫോർണിയ, ഇവഞ്ച്വലി സെൻറ്ററിങ് പ്രൊഡക്ഷൻ ഇൻ ഹോളിവുഡ്. Early studios and producers. Figures like D.W. Griffith and Samuel Goldwyn, William Fox and the Warner Brothers എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുള്ളത് കീ സ്റ്റുഡിയോസ് ഷേപ്പിംഗ് ദ ഏർലി ലാൻഡ്സ്കേപ്പ് ഓഫ് ഹോളിവുഡ്. ഇനി സൈലൻ്റ് ഇയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പീരീഡ് എന്നുള്ളത് ആരെയാണ് കാണുന്നത്? റൈസ് ഓഫ് സ്റ്റാർസ് ലൈക്ക് ചാർലി ചാപ്ലിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സൈലൻ്റ് ഫിലിം ടെക്നിക്സ്. ഈ ഒരു ഇറയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സൈലൻറ്റ് ഫിലിം ടെക്നിക്സ് ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 1920 സൗണ്ട് ഇൻട്രൊഡക്ഷൻ കാരണമായിട്ട് ഒരു മേജർ ഷിഫ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്, ഗിവിങ് റൈസ് ടു ദ ഗോൾഡൻ ഏജ് ഓഫ് ഹോളിവുഡ്. ഇനി ഗോൾഡൻ ഏജ് ഓഫ് ഹോളിവുഡ് സ്റ്റുഡിയോ ഡോമിനൻസ് എന്നുള്ളത് മേജർ സ്റ്റുഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സിബിഷൻ, സോൾഡിഫൈയിങ് ദർ കൺട്രോൾ ഓവർ ദ ഇൻഡസ്ട്രി. വേർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ. സ്റ്റുഡിയോസാണ് എന്ത് ചെയ്യുന്നുള്ളത്? ഫിലിം മേക്കിൻ്റെ എല്ലാ ആസ്പെക്ട്സും കൺട്രോൾ ചെയ്യുന്നുള്ളത്, ഫ്രം പ്രൊഡക്ഷൻ ടു ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സിബിഷൻ. ഇനി സ്റ്റാർ സിസ്റ്റം. പോപ്പുലാരിറ്റി ഓഫ് സ്റ്റാർസ് ലൈക്ക് മെറിലിൻ മൊൺറോ ആൻഡ് ഹാംബ്രെ ബോഗട്ട് ഡ്രോ ബോക്സ് ഓഫീസ് സക്സസസ്. ക്ലാസിക്കൽ ഹോളിവുഡ് നറേറ്റീവ്. ഈ ഒരു പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെൻറ്റ് ഓഫ് എ ഡിസ്റ്റിങ്ക്റ്റ് നറേറ്റീവ് ആൻഡ് വിഷ്വൽ സ്റ്റൈൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്യാരക്ടറൈസ്ഡ് ബൈ ക്ലിയർ നറേറ്റീവ്സ് ആൻഡ് എ ഫോക്കസ് ഓൺ ക്യാരക്ടർ. ഇനി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സൗണ്ട് അതുപോലെ തന്നെ കളർ ടെക്നോളജിയിലൊക്കെ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടാവുന്നത് ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പോസ്റ്റ് ഗോൾഡൻ ഏജ് ആൻഡ് ബിയോണ്ട്. ഡിക്ലൈൻ ഓഫ് ദ സ്റ്റുഡിയോ സിസ്റ്റം. പാരാമൗണ്ട് ഡിസിഷൻ ആൻഡ് ദ റൈസ് ഓഫ് ടെലിവിഷൻ കാരണമായിട്ട് സ്റ്റുഡിയോ പവർ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ന്യൂ ഹോളിവുഡ്. ന്യൂ ജനറേഷൻ ഓഫ് ഫിലിം മേക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോർ ഡിവേഴ്സ് അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ അപ്രോച്ചസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ്. റൈസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സിനിമ ഓഫർ ചെയ്യുന്നുണ്ട് ഫിലിം മേക്കേഴ്സ് ആൾട്ടർനേറ്റീവ് പാത്സ് ഔട്ട്സൈഡ് ദ ട്രഡീഷണൽ സ്റ്റുഡിയോ സിസ്റ്റം. ഗ്ലോബൽ ഇൻഫ്ലുവൻസ്. ഹോളിവുഡ്സ് ഇൻഫ്ലുവൻസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളത് ബിയോണ്ട് ദ US വിത്ത് ഇറ്റ്സ് ഫിലിം ഷേപ്പിംഗ് ഗ്ലോബൽ സിനിമ ആൻഡ് കൾച്ചർ. ഹോളിവുഡ് ടുഡേ. വൈൽ ദ സ്റ്റുഡിയോ സിസ്റ്റം എന്നുള്ളത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഹോളിവുഡ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ടു ബി എ മേജർ ഫോഴ്സ് ഇൻ ദ ഗ്ലോബൽ ഫിലിം ഇൻഡസ്ട്രി. ഈ ഒരു ഹോളിവുഡ് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂലി ഗ്ലോബൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു മേജർ ഫോഴ്സ് തന്നെ വരുത്തുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആണ് ഹോളിവുഡ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫിലിംസും അതുപോലെ തന്നെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഫിലിംസൊക്കെയാണ് ഹോളിവുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. പോസ്റ്റ് ഗോൾഡൻ ഏജിൽ സ്റ്റുഡിയോ സിസ്റ്റം ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ഫിലിം മേക്കേഴ്സ് വരുന്നുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഫിലിംസൊക്കെ ഹോളിവുഡ് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.